വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ച മാമത്തുകൾ തിരിച്ചെത്തുന്നു. അതെ, അവസാന ഹിമയുഗത്തിന്റെ അന്തിമഘട്ടത്തിലാണ് മാമത്തുകൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത്. കാലാവസ്ഥ വ്യതിയാനവും മനുഷ്യരുടെ വംശവർദ്ധനവും ആക്രമണവും മാമത്തുകളുടെ ഇഷ്ടതട്ടകമായ സൈബീരിയയിലെ പുൽമേടുകളുടെ നാശവുമെല്ലാമാണ് മാമത്തുകളുടെ വംശനാശനത്തിന് കാരണമായതെന്നാണ് കരുതുന്നത്. മഞ്ഞുമൂടിക്കിടക്കുന്ന ആർട്ടിക് പ്രദേശത്തായിരുന്നു 10,000-കണക്കിന് വർഷം മുൻപ് ഈ ഭീമൻ ആനകളിലേറെയും ഉണ്ടായിരുന്നത്. ഇന്നത്തെ ആനയെപ്പോലെയൊന്നുമല്ല. മഞ്ഞിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവയുടെ ദേഹത്ത് രോമം നിറഞ്ഞതായിരുന്നു. വളരെ നീളമേറിയതും വളഞ്ഞതുമായ കൊമ്പാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത. 42,000 വർഷം പഴക്കമുള്ള മാമത്തിന്റെ ശരീരം സൈബീരിയയിൽ നിന്ന് ഗവേഷകർക്ക് ലഭിച്ചിരുന്നു. അധികം കേടുപാടുകൾ സംഭവിക്കാത്ത അതിന്റെ DNA ഉപയോഗപ്പെടുത്തി ക്ലോണിംഗ് നടത്തി പുതിയൊരു മാമത്തിന് ജന്മം കൊടുക്കാനാണ് ഹവാർഡ് സർവകലാശാലയിലെ ഗവേഷകരുടെ നീക്കം. ജീൻ എഡിറ്റിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. 2 വർഷം കൊണ്ട് പ്രോജക്റ്റ് നടപ്പിലാക്കാനാണ് ശ്രമം. അത് വിജയിച്ചാൽ ജനിച്ചിറങ്ങുന്ന മാമത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സൈബീരിയയിൽ വമ്പൻ സഫാരി പാർക്കും തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ. 20,000 ഹെക്ടർ വരുന്ന പ്രദേശത്ത് ഐസ് ഏജ് സഫാരി പാർക്ക് എന്ന് പേരിട്ടായിരിക്കും മാമത്തുകൾക്കായി താമസ സ്ഥലം ഒരുക്കുക.